കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ ആകെപ്പാടെ സങ്കടപ്പെട്ട് ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. ഈ സമയം ഗോമതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ബാലേട്ടാ, ബാലേട്ടൻ എന്താ ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം. അല്ല ഗോമതി, ആ സ്വർണം എങ്ങനെ തിരിച്ചു കൊടുക്കും, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കണമെന്ന് പറയാം. ബാലേട്ടൻ എന്തിനാ ഇതിന് മാത്രം ചിന്തിക്കണേ? അതിന് ബാലേട്ടൻ ആ സ്വർണം കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല, പിന്നെ എന്താ കുഴപ്പം? ബാലേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഒന്ന് ഓർത്ത് വയ്ക്കേ. ആരിനോട് ആ സ്വർണത്തെക്കുറിച്ച് ചോദിച്ചിട്ട് അവൻ ഒരു വാക്ക് പറഞ്ഞോ? അതെന്ത് കാണിച്ചു? ഒന്നും പറഞ്ഞില്ല. ഈ 101 പവന്റെ സ്വർണം 2 ദിവസം കൊണ്ട് അവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അവന് വ്യക്തമായൊരു ഉത്തരവില്ല. അതിനർത്ഥം എന്തൊക്കെയോ എവിടെയോ ഒരു തിരിമറി നടന്നിട്ടുണ്ടെന്നാ. ഈ സമയം ഗോമതി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല ബാലേട്ടാന്ന് പറയണം. അത് ഗോമതി, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കുന്ന ആരെ? നിന്നെയല്ലേ. ഒരു കാര്യം ചെയ്യ, നീ അവനോട് ചോദിക്ക എന്താ സംഭവിച്ചെന്ന്. നിന്റെ അടുത്ത് അവൻ എല്ലാം തുറന്നു പറയും. ഞാനവിടെ നിന്ന് മറിഞ്ഞെന്ന് കാര്യങ്ങളൊക്കെ കേട്ടോളാം. അവനെ വിളിച്ചെടുത്ത് നീ ഒന്ന് ചോദിക്കാൻ പറയാം. ഇത് കേട്ടതും ഗോമതിക്ക് ആ ടെൻഷൻ. ദൈവമേ, ഇപ്പൊ തനിക്ക് അറിയാവുന്ന കാര്യങ്ങള് അവന്റെ നാവിൽ നിന്ന് ഒന്നുകൂടെ കേൾക്കാന്ന് വെച്ചാ അത് മാത്രമല്ല, ബാലേട്ടൻ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യത്തിന് തീരുമാനമാവും. എന്താ ഗോമതി, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഇല്ല ബാലേട്ട, ഞാൻ ചോദിക്കാം. ബാലേട്ട സമാധാനമായിട്ടിരിക്കാൻ പറയാണ്. ഈ സമയം ആകാശ് മുറിയിലേക്ക് കയറി വരുക. അപ്പൊ മീനാക്ഷി ഫയൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബെഡിലേക്ക് ചാടി കയറിയിട്ട് ആകാശ് ചോദിച്ചു, അല്ല മീനു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. 2-3 ദിവസം ഭജന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് മാറി നിന്നു. അതിനുശേഷം നീ ഇങ്ങോട്ട് വന്നേക്കുക. വന്നു കഴിഞ്ഞപ്പോ ഈ ഫയൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാനാണോ സമയം? നമ്മുടെ ദിവസമാണെന്ന് പറയണ ഇന്ന്. ഓ ആണോ? അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് വെക്കേണ്ട ഫയലാ നാളെ. ഇത് വെച്ചില്ല പണി പാളൂന്ന് പറയാണ്. അതെന്ത് പരിപാടി മീനാക്ഷി നീ കാണിക്കണേ? രാത്രിയിൽ ഈ ജോലികളൊന്നും വേണ്ട. ബെഡ്റൂമില് നമ്മുടേതായ മാത്രം കാര്യങ്ങൾ മതി, അല്ലാതെ ഈ ഫയൽസും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയണം. ആകാശിന് ഇത് പറയാം, അർജന്റ് ഫയലായത്. അപ്പൊ ഇത് വെച്ചില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും. അറിയാലോ, അതൊന്നും കുഴപ്പമില്ല. ഡയറക്ടർ അടുത്ത് കൊടുക്കേണ്ട ഫയലാ. ഞാൻ നാളെ എന്തുത്തരം പറയും? നീ അതൊക്കെ അവിടെ വെച്ചേന്ന് പറയാണ്. ഒന്ന് ഓർത്ത് നോക്കി, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ ദിവസം അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. എനിക്ക് നല്ല റൊമാൻസ് വരുന്നുണ്ടെന്ന് പറയാം. ഓഹോ, അത് കൊള്ളാലോ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, മിത്രയുടെ ആരിന്റെ റൊമാൻസ് എങ്ങനെയായിരിക്കുന്നത്. അയ്യേ, ഈ മനുഷ്യ ഇത് എന്തൊക്കെയാ ചിന്തിക്കണേ? അല്ല, അങ്ങനെയല്ല ഞാൻ ഓർത്തെ. ചിന്തിച്ചതും അങ്ങനെയല്ല. പക്ഷെ അവര് തമ്മില് ഇങ്ങനെ അടുത്ത് ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നീ ഒന്ന് സൂക്ഷിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലെങ്കിൽ നീ നാളെ അവരൊന്ന് വാച്ച് ചെയ്ത് നോക്കിയേ. ഇങ്ങനെ കല്യാണം കഴിച്ച് സ്നേഹിച്ചതൊക്കെയാന്ന് പറയുമെങ്കിലും പക്ഷേങ്കില് അവർ തമ്മിൽ ആ സ്നേഹപ്രകടനങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ അവരെല്ലാവരുടെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചോണ്ട് നടക്കുമല്ലേ. അങ്ങനെയല്ല മീനു, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയെന്ന് പറയണം. മീനാക്ഷിക്ക് കൂടുതലൊന്നും ചിന്തിക്കണ്ട, മീനാക്ഷിക്ക് അറിയാലോ. അല്ല, അത് പിന്നെ ഞാന് എന്താ മീനു, അല്ല അവർ രണ്ടുപേരും രണ്ടിടത്തല്ലേ കിടക്കണമെന്ന് ചോദിക്കുക. രണ്ടിടത്ത് കിടന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചേ നേരത്തെ മിത്ര അവിടെ ആരും ഇവിടെ അല്ലായിരുന്നോ? ഞാൻ അത്ര ഉദ്ദേശിച്ചുണ്ടായിരുന്നുള്ളൂ. ഓ, ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഇപ്പൊ അവർക്ക് റൊമാൻസ് കാണിക്കാലോന്ന് ചോദിക്കാം. ശരിയാ, റൊമാൻസ് കാണിക്കാന്ന് പറയാം. എന്തോ എവിടെ ഒരു കള്ളത്തരം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം. പിന്നെ എന്ത് കള്ളത്തരം? അതൊക്കെ വെറുതെ ആകാശാന്റെ വെറുതെ തോന്നല് മാത്രമല്ലേ എന്ന് പറയണം. ഈ സമയത്ത് അപ്പുറം മുറിയുടെ കഥ തുറക്കുന്ന ശബ്ദം കിട്ടു. മീനാക്ഷി ശ്രദ്ധിച്ചു. ധീമേ, മിത്ര എങ്ങാനും പുറത്തിറങ്ങിയതാണോ? ഇനിയിപ്പോ ആരിനുമായിട്ട് വഴക്കിട്ടെങ്ങനെ ഇറങ്ങിയതാണോ? ആകെപ്പാട് ടെൻഷൻ. ഇവിടുന്ന് എഴുന്നേറ്റ് പോകാനും പറ്റില്ലല്ലോ. ഈ സമയം ആകാശ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതെ ആകാശേട്ടാ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വട്ടെ. ഈ ഇട എന്താന്ന് അറിയത്തില്ല, വല്ലാത്ത ദാഹം എന്ന് പറയണം. ശരി, കുടിച്ചിട്ട് പെട്ടെന്ന് വരണേന്ന് പറയാം. പെട്ടെന്ന് വരാം എന്നും പറഞ്ഞ് നേരെ മീനും കൂടി ചെല്ലുവാണ്. അങ്ങോട്ട് ഹാളിലേക്ക് ചെന്ന് കഴിയുമ്പത്തേനും അവിടെ ആ സെറ്റിയില് പുതച്ചു മൂടിയ രൂപം കിടക്കുന്നത് കണ്ടു. അത് കണ്ടതും പെട്ടെന്ന് ചെന്ന് തോണ്ടി വിളിക്കുകയാണ്. വിളിച്ചു കഴിയുമ്പോൾ മിത്ര അങ്ങോട്ട് എഴുന്നേറ്റു. മിത്രയോ? നീയോ? ഇതെന്താ മിത്ര നീ ഇങ്ങനെ? അല്ല, അത് പിന്നെ എനിക്ക് വയ്യച്ചാ മുറി കിടക്കാനായിട്ട്. അവിടെ കിടന്ന് ഒരു സമാധാനം കിട്ടത്തില്ല, അതാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. മിത്രേ, നീ ഇവിടെ കിടന്നിട്ടാണെങ്കിൽ ബാക്കിയുള്ളവരുടെ സമാധാനം പോണേ. നീ മുറിയിലേക്ക് പോയി കിടക്ക. ഇല്ലേ ചേച്ചി, ഞാൻ ഇവിടെ കിടന്നോളാം. ശരിയാകത്തില്ലെന്ന് പറയണം. മിത്രേ, ഒരു കാര്യം ഓർമ്മ വേണം. ഈ വീട്ടിൽ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ഞങ്ങളെ കൊലക്ക് കൊടുക്കരുത്. നീ മുറിയിലേക്ക് പോ ബാ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുക. ഈ സമയം ആര്യം നല്ല അതിവിശാലമായിട്ട് ബെഡിൽ ഇങ്ങനെ കിടക്കുവാണ്. കമിഴ്ന്ന് കിടന്ന് പുതപ്പൊക്കെ ഇട്ട് തല മൂടിയാ കിടക്കണേ. മീനാക്ഷി എന്നിട്ട് വിളിക്കുവാണ്. എന്നെ സ്വസ്ഥതയോടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. നിനക്ക് എന്താന്ന് ചോദിക്കാം. എടാ ആര്യ, ഇത് ഞാനാ, മീനാക്ഷി എന്ന് പറയണം.
ഓ ഏട്ടത്തി ഒന്ന് ചോദിച്ച് ചാടി അങ്ങ് എഴുന്നേക്കണേ. എന്താ ഏട്ടത്തി? എടാ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? എന്താ? എടാ ഇവളെയും കൂടെ കട്ടിലേ കിടത്തണ്ടേ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ നിൽക്കും? പിന്നെ ഭാര്യ ഭർത്താക്കന്മാര്. എടാ ഞാനേ നിന്റെ ചേട്ടത്തിയാ, നിന്റെ ആകാശാണ് നിന്റെ ചേട്ടനോ. ഞങ്ങൾക്ക് പറഞ്ഞു തരാനൊരു പരിധിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ അനിയനും അനിയത്തിയാ. അപ്പൊ അതിനൊരു പരിധിയില്ലേ, ലിമിറ്റില്ലേ പറഞ്ഞു തരുന്നതിനൊക്കെ. അതുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ പിന്നെ കിടക്കേണ്ടത് ഒരു ബെഡിലാന്ന് പറയണം. പിന്നെ ഒരു ബെഡില് എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല ആര്യ. ഇപ്പൊ തന്നെ കണ്ടില്ലേ മിത്ര പുറത്തിറങ്ങി കിടന്നു. എങ്ങാനും ആരെങ്കിലും വന്ന് കണ്ടായിരുന്നെങ്കിലോ? പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന എനിക്കറിയാലോ. അതുകൊണ്ട് ഞാൻ പറയും നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പറഞ്ഞു കേട്ടല്ലോ. ദേ മിത്രനെ പോയി ബെഡിലേക്ക് കിടക്കാൻ പറയാണ്. എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആരിനെ അങ്ങ് സഹിച്ചില്ല. ആരിന് എന്ത് ചെയ്യണം? ആ ബെഡ്ഷീറ്റും ഒരു പുതപ്പും എടുത്ത്, ബെഡ്ഷീറ്റും ഒരു തലേനെടുത്ത് നിലത്തേക്ക് ഇട്ടിട്ട് ദേഷ്യപ്പെട്ട നിലത്തേക്ക് അങ്ങോട്ട് പോയി കിടക്കുവാണ്. മിത്ര നല്ല അന്തസ്സോട് കൂടിയിട്ട് ബെഡേലേക്ക് അങ്ങോട്ട് കയറി കിടക്കുക. പിന്നീട് മീനാക്ഷി മുറിയിലേക്ക് എന്ന് ചെയ്യുമ്പോൾ ആകാശ് ചോദിച്ചു, നീ ഇത്ര സമയത്ത് എന്തെടുക്കുമായിരുന്നു? ഞാൻ വെള്ളം എടുത്ത് കുടിക്കുമായിരുന്നു. എവിടെ? അടുക്കളയില്. എന്നിട്ട് അടുക്കള പാത്രം അനങ്ങുന്ന ഒച്ചയൊന്നും കേട്ടില്ലോ. ആ ബെസ്റ്റ്. അതെങ്ങനെ കേൾക്കാനാ? എല്ലാവരും ഉറങ്ങണ സമയത്ത് ഒച്ചപ്പാടുണ്ടാക്കിയാണോ അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നത്? പെട്ടെന്ന് മീനാക്ഷിയുടെ കൈ മണത്ത് നോക്കുവാണ്. നീ ഫുഡൊന്നും കഴിച്ചിട്ടില്ലോ? പിന്നെ ഈ പാതിരാത്രി പോയി ഫുഡ് കഴിക്കേണ്ട കാര്യമുണ്ടോ? എന്താ ആകാശാണ് ഇത്ര സംശയം? ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആകാശാണ് ഭയങ്കര സംശയമല്ലേ? ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാൻ മുറിക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു ക്യാമറ തൂക്കിയിട്ടോണ്ട് നടക്കാം. അപ്പൊ ആകാശാണ് അറിയാലോ ഞാൻ എങ്ങോട്ട് പോന്നു, എന്ത് ചെയ്യുന്നൊക്കെ. അതിൽ കൂടുതലൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടതും ആകാശം പറഞ്ഞു, അല്ല മീനു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എനിക്കെല്ലാം മനസ്സിലായി. അതെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞോണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മീനാക്ഷി അങ്ങോട്ട് കിടക്കുവാണ്. ഈ സമയത്ത് ബാലനാകപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. എന്നാലും ആ സ്വർണം അതെവിടെയായിരിക്കും? ഒരു പക്ഷേങ്കില് ഇനിയിപ്പം നമ്മളോട് എന്തെങ്കിലും കള്ളത്തരം പറയുന്നുണ്ടോ ആര്യന്ന് ഗോമതിയോട് ചോദിക്കുകയാണ്. ഇതേട്ടും ഗോമതി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട് ഗോമതി, ആ സ്വർണം കളവ് പോയതാണെങ്കിൽ അവന് ആരുടെയെങ്കിലും പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ കളവ് പോയതാണെങ്കിൽ നമ്മൾ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുമല്ലേ? ഇന്നത്തെ കാലത്ത് ഒരു പാവം പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കംപ്ലൈന്റ് കൊടുക്കും. പിന്നെയാണ് ഈ 101 പവൻ. അതുമല്ല വേറെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, അല്ല അത് പിന്നെ എന്താ? എന്താ മീനാക്ഷി അല്ല ഗോമതി പറഞ്ഞു, അത് പിന്നെ എന്താ ഗോമതി നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല ബാലേട്ടാന്ന് പറയണം. ഇല്ല ഗോമതി, ഇത്രയും കാലം എനിക്ക് അനാഥൻ എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ അവര് വിളിച്ച് കളിയാക്കിയിരുന്ന അങ്ങനെയായിരുന്നു. പക്ഷെ ഇനിയിപ്പം നീ കേൾക്കാൻ പോകുന്ന കള്ളന്റെ ഭാര്യ എന്നുള്ള പേരായിരിക്കും. ഞാൻ കള്ളൻ എന്ന് അറിയപ്പെടും. അങ്ങനെ ആ പേര് കേട്ട് എനിക്കിവിടെ താമസിക്കാൻ ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണം. അല്ല ബാലേട്ടാ, ബാലേട്ടൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ആ സ്വർണം എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കണം. അതെങ്ങനെ തിരികെ കൊടുക്കാൻ പറ്റും? കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ ദേവമംഗലം ഒന്ന് വിറ്റാലോന്ന്. ദേവമംഗലം വിൽക്കാനാ? അതെ, അതല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. ദേവമംഗലം വിൽക്കുവാണെങ്കിൽ ആ സ്വർണം കൊടുക്കാനുള്ള പൈസ കിട്ടും. ആ സ്വർണം കൊടുക്കാം, പിന്നെ കുറച്ച് പൈസ ഉണ്ടാവും. ഇവിടെ ഒരു വാടക വീടും എടുത്ത് നമുക്ക് ജീവിതം തുടങ്ങാന്ന് പറയാം. ഇത് കേട്ടതും ഗോമതിക്ക് സഹിച്ചില്ല. ഗോമതി പറഞ്ഞു, ബാലേട്ടൻ എന്തേ പറയണേ? ആശിച്ച് മോഹിച്ച് പണിത വീടാ, ഒരു കാരണവശാലും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാനിത് വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഗോമതി? എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് ഞാൻ നിൽക്കേണ്ട കാര്യം അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതിനും അപ്പുറത്താന്ന് പറയാണ്. പെട്ടെന്ന് ഗോമതി ബാലൻ നെഞ്ചിലേക്ക് ചായ വേണം. ഇങ്ങനെ സങ്കടപ്പല്ല ബാലേട്ടാ, എന്ത് വന്നാലും ഇതേ ഈ ഗോമതി ബാലനോടൊപ്പം ഉണ്ടാവുമെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്തപ്പം ആകാശം ഇങ്ങനെ കണ്ണാടിക്കകത്ത് നോക്കി മുടിയൊക്കെ ഇരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വന്നു. അതെ, എനിക്കൊരു സഹായം ചെയ്ത് തരുമെന്ന് ചോദിക്കുക. ആഹാ, എന്റെ മീനു ഒരു സഹായമല്ല 1000 സഹായം ഞാൻ ചെയ്തു തരാന്ന് പറയാ. അല്ല കാര്യം എന്താ? അതെ, ആകാശന്റെ ബൈക്ക് ഒന്ന് തരുമോന്ന് ചോദിക്കുക. ബൈക്കാ? നിനക്കെന്തിനാ ബൈക്ക്? എനിക്കല്ല. അതെ, മിത്രയ്ക്ക് ആര്യനും കൂടെ പോവാന്. മിത്രയ്ക്ക് ആര്യനും പോവാനോ? അല്ല, അവർക്ക് രണ്ടുപേർക്കും കോളേജിൽ പോവാനാ. കല്യാണം കഴിഞ്ഞിട്ടാ? നല്ല കഥയായിപ്പോയി. നീ എന്താ മീനു പറയണേന്ന് ചോദിക്കാം. അതെന്താ, കല്യാണം കഴിഞ്ഞ് കോളേജിൽ പോകാൻ വരെ അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അതല്ല, അവർ ഒരേ കോളേജിലേക്ക് കല്യാണം കഴിഞ്ഞിട്ട്. എന്റെ മീനു, ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞാൽ നാളെ മുതൽ ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്നറിയോ? രണ്ടുപേരും പുറത്തു പോയി കഴിയുമ്പോൾ അതെ നിനക്ക് എവിടെയാ ജോലി എന്നാ ചോദിക്കുള്ളൂ. അല്ലാതെ നീ കോളേജിലാണോ ഏത് ക്ലാസ്സിലാണോ പഠിക്കണമെന്നൊന്നും ആരിനോട് ആദ്യം ചോദിക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ടോ മീനാക്ഷി പറഞ്ഞു, ഓഹോ അതാണ് കാര്യം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ ചോദിക്കുന്ന നാട്ടുകാരുടെ കൊണ്ട് ജോലി കൊടുക്കാൻ പറ. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, എന്റെ മീനു നീ ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയാണ്. ആകാശോട് തരാൻ പറ്റുമോ? ഞാനെന്തിനാ തരാതിരിക്കുന്നത്? തരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്.
ഈ സമയം മീനാക്ഷി മനസ്സിലാക്കും, എന്റെ ദൈവമേ എന്തൊക്കെ പെടാപ്പാട് പെടണം ആരിനെയും മിത്രേനെ ഒന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓ, താനും അമ്മയും കുറെ വെള്ളം കുടിക്കുമെന്ന് ഉറപ്പാണ്. ഈ സമയം ക്ലാസ്സിലേക്ക് പോകാൻ റെഡിയായിട്ട് ആരിനും മിത്രം മുറിയിൽ നിൽക്കുവാണ്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, എനിക്കറിയത്തില്ല, രണ്ടുപേരും കൂടെ ഒരു ക്ലാസ്സിൽ ഒരു കോളേജിലേക്ക് പോവാന്ന് പറഞ്ഞാൽ. ഈ സമയം ആരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ ആദ്യം പൊക്കോട്ടോ, ഞാൻ പറയാ വരുന്നുള്ളൂ, നീ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറയാം. അതെന്താ? അതങ്ങനെയാ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാൽ ശരിയാകത്തില്ലെന്ന് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയണം. ഓ, നിനക്കെന്താ ഇപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലോ, ഒരു കാമുകൻ തേച്ചിട്ട് പോയെങ്കിൽ അടുത്ത കാമുകനുണ്ടല്ലോ, അതായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടൊന്ന് ഞെട്ടിത്തെറിച്ച് മിത്രം നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.